അടുത്ത വർഷം എങ്ങാനും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയാലോ, ആൾക്കാരൊക്കെ വരത്തില്ല, അപ്പോൾ ഈ കറുത്ത മുറിയൊന്നും അല്ലല്ലോ, നല്ല വൃത്തിക്ക് കാണിക്കേണ്ടതെന്നൊരു ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു ഞാൻ ഒരു വട്ടം മാത്രമേ എക്സാം എഴുത്തുള്ളൂ, അപ്പം ഞാൻ IFS കൊണ്ടുവരും. വീട്ടിൽ പിന്നെ നിന്നെക്കൊണ്ട് പറ്റും, പഠിച്ചാൽ കിട്ടാത്തിട്ടൊന്നുമില്ല, നിന്നെക്കൊണ്ട് പറ്റും എന്ന് അങ്ങനെ എപ്പോഴും അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് 2 ആഴ്ച മുന്നേ വരെ ഞാൻ ആലോചിച്ചത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഹരിത മാം ഓൾ ഇന്ത്യ 1 റാങ്ക് മേടിക്കുന്നു. അപ്പം പത്രത്തിലൊക്കെ വലിയ വാർത്തയായി. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എക്സാമിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ ഉടനെ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചത് എന്തോ എക്സാം എന്നൊക്കെ. അപ്പോൾ അമ്മ അന്ന് എനിക്കത് പറഞ്ഞു തന്നു. അന്ന് മുതൽ ഈ സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്വപ്നം വരുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ പൊളിറ്റിക്കൽ സയൻസാണ് BA MA പഠിച്ചത്. അപ്പോഴാണ് ആ ഒരു ആഗ്രഹം വരുന്നത്. കുഞ്ഞുനാളിൽ ഫുൾ ടൈം ഹോസ്പിറ്റലിലായിരുന്നു അസുഖങ്ങളൊക്കെ കാരണം. അപ്പം ഒരു കോട്ടും സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് നടക്കുന്ന കാണുമ്പം എനിക്ക് ഡോക്ടർ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പതിയെ പതിയെ എനിക്ക് മനസ്സിലായി സയൻസിലൊന്നും എനിക്ക് വലിയ ടാലൻ്റ് ഇല്ല, മാത്സ് ഒക്കെ ഭയങ്കര പാടാണ്. പിന്നെ ഇതും കൂടെ വന്നപ്പോഴത്തേക്കും പിന്നെ നാച്ചുറലി ഞാൻ ഇതിലോട്ടങ്ങ് മാറുമായിരുന്നു. പിന്നെ +1 +2 ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു. +1 +2 ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ടിപ്പിക്കൽ പഠിപ്പിസ്റ്റ് കൈൻഡ് ഓഫ് ആളായിരുന്നു. എനിക്ക് തന്നെ തോന്നി ഞാൻ ഒന്ന് വളരണമെങ്കിൽ ഇവിടെ കേരളം വിടണം. കാരണം കേരളം എപ്പോഴും നമുക്കൊരു കംഫർട്ട് സ്പേസ് ആണല്ലോ. നമ്മുടെ സ്വന്തം ഭാഷ, സ്വന്തം കൾച്ചർ, ആൾക്കാർ, ഇതൊക്കെ കംഫർട്ട് സ്പേസ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ചെന്നൈയിൽ പോയാൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലോട്ട് പോകുന്നത്. PG ഫൈനൽ സെമ്മിൽ ഞാൻ നെറ്റ് ക്ലിയർ ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ അമ്മ അച്ഛനൊക്കെ ചോദിച്ചു മോളെ ഇനി അടുത്ത് എന്താ പ്ലാൻ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു സിവിൽ സർവീസ് എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, ഒന്ന് നോക്കാം, പക്ഷെ ആദ്യം ഒരു ജോലി മേടിക്കണമല്ലോ, നമ്മുടെ വീട്ടിൽ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ, സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നീ നേരെ പ്രിപ്പറേഷനിലോട്ട് പോകും, സ്ട്രെയിറ്റ് ഫ്രം കോളേജ് ടു പോകുമ്പോഴത്തേക്കും ആ ഒരു പഠിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് കാണുമല്ലോ, അതുകൊണ്ട് പഠിക്കാൻ പറഞ്ഞു. 10ലും ഞാൻ ഫുൾ A+ എഴുതി വെച്ചിട്ടുണ്ട്, +2ലും 1200 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ എൻ്റെ സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇത് ഞാൻ May 2024 ഇതൊക്കെ ഞാൻ എഴുതി വെച്ചത്. അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു ഞാൻ ഒരു വട്ടം മാത്രമേ എക്സാം എഴുത്തുള്ളൂ, അപ്പം ഞാൻ IFS കൊണ്ടുവരും, അതിനപ്പുറം ഞാൻ എഴുതത്തില്ല. അന്ന് ഞാനൊരു ഡിറ്റർമിനേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഡെയിലി എന്തൊക്കെ പഠിക്കാനുണ്ടോ അതെല്ലാം പഠിച്ച് തീർത്തിട്ട് കിടക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു. പറ്റിയില്ലാണെങ്കിൽ ഞാൻ ഫ്രൈഡേ സാറ്റർഡേ കവർ ചെയ്യും. അപ്പോൾ സൺഡേ ആയിരിക്കും നമ്മുടെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവുക. ആ ടെസ്റ്റ് സീരീസിന് എൻ്റെ കയ്യിലുള്ള ബേസിക് കണ്ടൻറ്റ് ഫിനിഷ് ചെയ്തിട്ടേ ഞാൻ എക്സാമിന് പോവുള്ളൂ എന്നൊരു ഇതുണ്ടായിരുന്നു. അത് മോസ്റ്റ്ലി നടക്കാറും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും എപ്പോഴും മോളെ നിന്നെക്കൊണ്ട് പറ്റും, മക്കളെ നിന്നെക്കൊണ്ട് പറ്റും, അത് തന്നെയായിരുന്നു അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കാണെങ്കിലും ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും എനിക്കൊരു വിഷ്വലൈസേഷനാണ്, ലൈക്ക് ഇത് പോസിബിൾ ആണ്. അപ്പം ഇത് എൻ്റെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ട്. അപ്പം നാച്ചുറലി ഞാൻ അറിയാണ്ടിരുന്ന് പഠിക്കും. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി സമയങ്ങളുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ഗിൽറ്റ് അടിച്ചിരുന്നിട്ടില്ല. ലൈക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ ഡ്യൂട്ടി ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ അങ്കിൾമാരൊക്കെ എനിക്ക് കാശൊക്കെ തരുമ്പം, പാരൻസൊക്കെ തരുമ്പം ഞാനത് കൂട്ടി വെച്ചിട്ട് ഞാൻ നേരെ ബുക്ക് വായിക്കും. അപ്പം അമ്മയൊക്കെ പറയും നീ എന്തിനാ ബുക്ക് വാങ്ങിക്കുന്നത്, ഒത്തിരി വായിച്ച് തീർക്കാനുണ്ടല്ലോ, അത് ആദ്യം വായിക്കും. ഞാൻ പറയും ഇല്ല അമ്മ, അന്ന് പൈസ ഇല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് ബുക്ക്സ് മേടിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ എങ്കിൽ പിന്നെ വാങ്ങിച്ചോ, ഇരുന്ന് വായിച്ചോ എന്ന് അവരും പറയും. അപ്പോൾ പിന്നെ അവർക്കൊരു ഇതായിരുന്നു, ലൈക്ക് വേറെ ഒന്നിലും കാശ് സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ, ബുക്സ് മേടിക്കാനല്ലേ. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആയതും ആ ഒരു കാഴ്ചപ്പാടൊക്കെ ഒത്തിരി ചേഞ്ച് ചെയ്യാനും ഒക്കെ ബുക്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മെയിൻസ് കഴിഞ്ഞിട്ടാണ് മുറി പെയിൻറ്റ് ചെയ്യുന്നത്. ലൈക്ക് എൻ്റെ മുറി ഭയങ്കര വൃത്തിയായിട്ടായിരുന്നു. ഈ മുറി പാലിയേഷന് ശേഷം പെയിൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ എല്ലായിടത്തും കറുത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് മെയിൻസ് കഴിഞ്ഞ് August 31 കഴിഞ്ഞു, അപ്പം ആ ഒരു വീക്ക് ഓണമാണ്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ നമുക്ക് മുറി ഒന്ന് പെയിൻറ്റ് അടിക്കാം, ലൈക്ക് അടുത്ത വർഷം എങ്ങാനും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയാലോ, ആൾക്കാരൊക്കെ വരത്തില്ല, അപ്പോൾ ഈ കറുത്ത മുറിയൊന്നും അല്ലല്ലോ, നല്ല വൃത്തിക്ക് കാണിക്കേണ്ടതെന്നൊരു ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ 1 ഓണത്തിൻ്റെ അന്ന് പെയിൻറ്റ് മേടിച്ചു, 2 തിരുവോണത്തിൻ്റെ അന്ന് പെയിൻറ്റ് അടിച്ചു. പിന്നെ തൊട്ടടുത്ത ദിവസം നമ്മൾ ജനാലയൊക്കെ അടിക്കുന്നത്. അപ്പം അതങ്ങനെ ആ ഒരു ഇതിൽ നടന്നു. കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. എനിക്ക് വലിയ ബിഗ് തിങ് ഒന്നും അതിൽ സന്തോഷം നൽകും, പക്ഷേ കുഞ്ഞു മൊമെൻറ്റ്സ്, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടുള്ള കുഞ്ഞു മൊമെൻറ്റ്സ്, കുഞ്ഞു കാര്യങ്ങൾ നടത്തിയെടുക്കുക, ഇതൊക്കെ എപ്പോഴും എന്തായാലും ഇനിയുള്ള ജീവിതത്തിലാണെങ്കിലും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കും. ലൈക്ക് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഈ കുഞ്ഞു നിമിഷങ്ങളിലും കുഞ്ഞു അച്ചീവ്മെൻറ്റ്സിലും ആണ് നമുക്ക് ജീവിതം കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എപ്പോഴും എൻ്റെ ഒരു ഗോൾ ഇതായിരുന്നു, അച്ഛനും അമ്മയും എപ്പോഴും സന്തോഷിപ്പിക്കുക, അവർക്കൊരിക്കലും വിഷമം വരുത്തി കൊടുക്കാതിരിക്കുക. അപ്പം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഗിഫ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് ഈ റിസൾട്ടും. കാരണം അവർ ജന്മം തന്നു, ഇത്രയും കഷ്ടപ്പാടിൽ കൂടെ എന്നെ ഒരു പ്രശ്നം അറിയിക്കാണ്ട് എന്നെ വളർത്തിയത് ഇതുവരെ. അതുകൊണ്ട് തന്നെ
ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ബോത്ത് ഓഫ് ദം. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അമ്മ വീട്ടമ്മയാണ്. അമ്മ MA ഹിസ്റ്ററി കഴിഞ്ഞാണ്. ബ്രദർ BSc ഫിസിക്സ് ലയോള കോളേജിൽ പഠിക്കുവാണ്. 9ാം ക്ലാസ് വരെ കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു. അതിനുശേഷം എല്ലാം അവൾ സ്വന്തമായിട്ട് പഠിച്ചതാണ്. പഠിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ 2 മക്കളെ 2 സൈഡിലെടുത്തും പഠിപ്പിക്കും. ഞാൻ എണീറ്റ് പോകുമ്പോൾ അവർ എണീറ്റ് പോകും. TV കാണിക്കുകയില്ല, TV ഓൺ ചെയ്യില്ല. പള്ളിയിൽ പ്രാർത്ഥന ഇട്ട് കേൾക്കും, അത്ര തന്നെ. മക്കളെ ഇഷ്ടം എന്താണോ അത് ചെയ്യുന്നതാണ്. നമ്മളൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. മാമന്മാർ സഹായിച്ച്, പിന്നെ നമ്മളും പിന്നെ വേറെ പള്ളിക്കാരെല്ലാവരും കൂടെയൊക്കെ സഹായിച്ച് അങ്ങനെയൊക്കെ ഇത്രമേലെത്തി. പിന്നെ നമ്മളെ കഷ്ടപ്പാടും അവൾക്കറിയാം, അതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് എത്തി.